ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ശുപാർശകളുമായി പോലീസ്. തീർത്ഥാടകരുടെ എണ്ണം പ്രതിദിനം 80,000 നിജപ്പെടുത്താൻ ശുപാർശ. പോലീസ് ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അതേസമയം സുപ്രീം കോടതി വിധി അഭിപ്രായ സമന്വയത്തിലൂടെ നടപ്പാക്കുമെന്ന് മന്ത്രി ദേവസ്വം കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ദീർഘകാലത്തെ അനുഭവത്തിന്റെയും ആധിപത്യത്തിന്റെയും പേരിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ. എന്നാൽ ജനങ്ങളുടെ ആധിപത്യമാണ് പ്രധാനമെന്നും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ല വിശ്വാസികളാണ് ശബരിമലയിൽ പോകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവിടെ സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അയ്യപ്പനെ കല്യാണം കഴിക്കാനല്ല, അത്തരം കാര്യങ്ങൾക്കല്ല. അവിടെ അങ്ങനെ ചിന്തിക്കത്തേ ഇല്ല. അവിടെ ചെല്ലുന്നവർക്ക് ഏതാ പറയാൻ പറ്റും. അവിടെ ചെന്നാൽ ഒരാളും അങ്ങനെ ചിന്തിക്കില്ല. ഇന്ന് വരെ ചിന്തിച്ച ചരിത്രമില്ലല്ലോ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ അഭിപ്രായ സമന്വയത്തിലൂടെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എതിർപ്പുന്നയിച്ചവരുമായി ചർച്ച നടത്തും. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ദേവസ്വം ബോർഡിനെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു സമന്വയത്തിന്റെ വഴി സ്വീകരിച്ച് സുപ്രീം കോടതിയുടെ വിധി നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ തിരക്കു നിയന്ത്രിക്കാൻ ശുപാർശകളുമായി പോലീസ് രംഗത്തെത്തി. തീർത്ഥാടകരുടെ എണ്ണം പ്രതിദിനം 80,000 നിജപ്പെടുത്താനാണ് പോലീസിന്റെ ശുപാർശ. ഇന്നു ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ശുപാർശ ഉയർന്നുവന്നത്. ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തിട്ട് ഈ കാര്യങ്ങൾ ട്രാവാങ്കൂർ ദേവസ്വം ബോർഡ് ഗവൺമെന്റായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി വരും. അതപ്പോൾ സമയക്കുറവായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ ഒരു മിഷൻ മോഡ് പ്രോജക്റ്റ് പോലെ ഞങ്ങൾ നടത്താൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ശബരിമല സ്ത്രീ പ്രവേശനം വിശ്വാസത്തിനപ്പുറം വിപ്ലവാത്മകമായ വിധിയെന്നും ആചാരങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അവകാശമില്ലെന്നും മുംബൈയിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടായി. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ TN ഹരിഹരന്റെ ആദ്യ പ്രതികരണം. ഇന്നത്തെ ആചാരങ്ങൾ പലതും വരും തലമുറയ്ക്ക് അനാചാരങ്ങളായേക്കാമെന്നും സമൂഹം കൂടുതൽ ശാസ്ത്രീയമായ അടിത്തറ നേടുന്നതോടെ പല വിശ്വാസങ്ങളും അനാചാരങ്ങളാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെ മാറ്റിമറിക്കുന്നത് നല്ല പ്രവണതയല്ലെന്ന അഭിപ്രായമാണ് മുംബൈയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കുമാരൻ നായർ പറഞ്ഞത്. വിഗ്രഹ പ്രതിഷ്ഠയിൽ അധിഷ്ഠിതമായ ആചാരങ്ങളിൽ ഇടപെടാൻ ഒരു കോടതിക്കും അവകാശമില്ല എന്ന അഭിപ്രായമാണ് അഡ്വക്കേറ്റ് പ്രേമ മേനോൻ പങ്കുവച്ചത്. ഇത്തരം ആചാരം ഭരണഘടനാ വിരുദ്ധമെങ്കിൽ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവരണങ്ങളെല്ലാം ആദ്യം നിർത്തലാക്കണമെന്നും തുല്യനീതി ഉറപ്പാക്കണമെന്നും പ്രേമ മേനോൻ വ്യക്തമാക്കി. വിശ്വാസത്തിനപ്പുറം വിപ്ലവാത്മകമായ വിധിയെന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ വത്സൻ മുർക്കോത്ത് ഇതിനോട് പ്രതികരിച്ചത്. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ലെന്നും മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരം പോലെ ദൂരവ്യാപകമായ ഫലം ഈ വിധി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാവുമെന്നും വത്സൻ മുർക്കോത്ത് പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധിയോട് സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഇങ്ങനെ പ്രതികരിച്ചു. ഒരു സ്ത്രീക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിലോ നാട്ടിലോ ജോലി സ്ഥലങ്ങളിലോ യാത്രകളിലോ സുരക്ഷിതം ഇല്ലാത്തൊരവസ്ഥയിൽ കോടിക്കണക്കിന് ആളുകൾ ബ്രഹ്മചാരി വ്രതം നോക്കി പോകുമ്പോൾ അവരുടെ ബ്രഹ്മചാരി വ്രതത്തിനും കേടുവരുത്തി അവർക്ക് വിഷമവും ഉണ്ടാക്കി ഇവർ സ്വയം വിഷമത്തിൽ ചാടി കഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം ശബരിമലയാക്കി തീർക്കരുത്. കഴിഞ്ഞ 28 വർഷമായി ശബരിമല കയറുന്ന കൃഷ്ണവാര്യർ ഇതിനൊരു പുനർചിന്തനം വേണമെന്ന പക്ഷക്കാരനാണ്. ഒരുപക്ഷെ നിയമപ്രകാരം അത് പ്രാക്ടിക്കലായിരിക്കാം. വീണ്ടും ഒരു പുനർചിന്തനം വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുംബൈയിലെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. അച്ഛനും ആങ്ങളമാരും എല്ലാം പോയും എല്ലാം അറിഞ്ഞും കേട്ടും വളർന്നവരാണ്. ആ സ്ഥിതിക്ക് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റില്ല. സകലമെങ്കിലും തലമുടിനാരി വണ്ണത്തിനെങ്കിലും ജീവനുള്ളിടത്തോളം കാലം അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. ഇങ്ങനെയുള്ള നിയമങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിക്കുകയും നമ്മളുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ചിന്തിച്ച് ബോധപൂർവം പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ്. മുംബൈയിലെ സമൂഹ മാധ്യമങ്ങളിലും മലയാളികൾ ഏറെ ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ചരിത്ര വിധിയെക്കുറിച്ചാണ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ മറുപടി. അഴിമതി ആരോപിക്കുന്നതുകൊണ്ട് അഴിമതിയാകില്ല. UDF കാലത്തെ അഴിമതികൾ ആലോചിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആരോപണം ഉയർത്തുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. UDF ഗവൺമെൻറ്റിൻ്റെ പഴയ കാലത്തെ ശീലം വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ അതിൻ്റെ ഗവൺമെൻറ്റിനെയോ ഗവൺമെൻറ്റിലുള്ള മന്ത്രിമാരെയോ വിശകലനം ചെയ്യരുത്. അഴിമതി ആരോപണം അവരെ ശീലം വെച്ച് പറയുന്നതാണ്. അത് ആവർത്തിക്കുന്നതും അവരെ രീതി പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ള തോന്നലാണ്. ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾ സത്യസന്ധമായി തന്നെയാണ് പ്രശ്നങ്ങളെ കാണുന്നത്. അഴിമതി വിരുദ്ധമായ നിലപാടിനെയാണ്. അഴിമതി ആരോപിച്ചതുകൊണ്ട് മാത്രം അഴിമതിയാവില്ല. ആരോപണം നോക്കട്ടെ. ആരോപണം ഞാനാ തെളിയിക്കേണ്ടത്. ഞാനാ ആരോപണം ഉന്നയിച്ചത്.
ബ്രൂവറിക്കായി കിൻഫ്രയുടെ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി EP ജയരാജൻ. പ്രതിപക്ഷ ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. 2016 പവർ ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം തിരുവനന്തപുരം ഒരു 10 ഏക്കർ ഭൂമി ലഭ്യമാകുമോ എന്ന് ചോദിച്ച് കിൻഫ്രക്ക് ഒരു കത്ത് കൊടുത്തു. 2016 അന്ന് കിൻഫ്ര നോക്കുമ്പോൾ ഭൂമിയില്ല. അപ്പോൾ ഭൂമിയില്ല എന്നുള്ള മറുപടി കൊടുത്തു. അവരിപ്പോൾ 27/3/2017 ഞങ്ങൾക്കൊരു സ്ഥാപനം ആരംഭിക്കാൻ 10 ഏക്കർ ഭൂമി തരണം, അത് കിട്ടുമോ എന്നുള്ളത് വീണ്ടും അവരന്വേഷിച്ചു. അപ്പോൾ അവരിപ്പോൾ അന്വേഷിക്കുമ്പോൾ കിൻഫ്രൻ്റെ അടുക്ക ഭൂമിയുണ്ട്. അപ്പോൾ കിൻഫ്ര അതിന് മറുപടിയായിട്ട് മറ്റെല്ലാ വകുപ്പുകളുടെയും അംഗീകാരം ഏതാണ്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ 10 ഏക്കർ ഭൂമി തരാൻ കിൻഫ്രയുടെ കൈവശം ഭൂമിയുണ്ട് എന്ന കാര്യം അവരെ അറിയിച്ചു. വേറെ ഒരു കമ്പനിക്ക് ഭൂമി കൊടുത്തിട്ടില്ല. കിൻഫ്രൻ്റെ ഭൂമി അങ്ങനെ ഒരു കൈമാറ്റവും അവിടെ നടന്നിട്ടില്ല. രാജ്യത്ത് ഇന്ധനവില കുതിക്കുന്നു. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തി. പെട്രോളിന് 19 പൈസയും ഡീസലിന് 22 പൈസയുമാണ് വർദ്ധിച്ചത്. ഇന്ധനവില വർദ്ധിച്ചതോടെ അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നു. സംസ്ഥാനത്ത് ഇന്ന് ഡീസലിന് വില കുത്തനെ ഉയർന്ന് 80 രൂപയോട് അടുക്കുന്ന സാഹചര്യമാണ്. പെട്രോളിന് 19 പൈസയും ഡീസലിന് 22 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 86 രൂപ 79 പൈസയാണ്. ഡീസലിന്റെ വില 79 രൂപ 88 പൈസയും. കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന് 19 പൈസ കൂടി 85 രൂപ 28 പൈസയായി. ഡീസലിന് 22 പൈസ വർദ്ധിച്ച് 78 രൂപ 36 പൈസയുമായി. കോഴിക്കോട് പെട്രോളിന് 85 രൂപ 65 പൈസയും ഡീസലിന് 78 രൂപ 73 പൈസയുമാണ്. ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 22 പൈസ വർദ്ധിച്ച് 83 രൂപ 40 പൈസയിലെത്തി. ഡീസലിന് 21 പൈസ വർദ്ധിച്ച് 74 രൂപ 63 പൈസയായി. പെട്രോൾ ഡീസൽ വില വർധനവ് രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും വല്ലാതെ വലച്ചു. വിപണികളിലേക്ക് പച്ചക്കറികളും മറ്റുമെത്തുന്നത് പകുതിയായി കുറഞ്ഞു. എത്തുന്ന അവശ്യ വസ്തുക്കൾക്ക് ഇരട്ടി വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അതേസമയം വില വർദ്ധിപ്പിക്കുന്നത് ശൌചാലയങ്ങൾ പണിയാനും രാജ്യത്തിന്റെ വികസനത്തിനും വേണ്ടിയാണെന്ന വിചിത്രവാദം തന്നെയാണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തെ BJP നേതാക്കൾക്കുമുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTC പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രിയുടെയും MDയുടെയും നേതൃത്വത്തിൽ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നാളെ ചർച്ച നടക്കും. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഒക്ടോബർ 2 അർദ്ധരാത്രി മുതലാണ് പണിമുടക്കിന് ആഹ്വാനം. KSRTC പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും CMD ടോമിൻ തച്ചങ്കരിയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി നാളെ ചർച്ച നടത്തും. പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക, ഡ്യൂട്ടി പരിഷ്കരണം പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 2 അർദ്ധരാത്രി മുതലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി മുൻകൈയെടുത്ത് ചർച്ച വിളിച്ചിരിക്കുന്നത്. പ്രളയശേഷം സംസ്ഥാനത്ത് പുനരധിവാസ പ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 6-ാം തീയതി മുതൽ തൊഴിലാളി സംഘടനകൾ ചീഫ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചു വരികയാണ്. സമരം ഒത്തുതീർപ്പാക്കാൻ ഗതാഗത മന്ത്രിയും CMDയും ആദ്യഘട്ട ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് നാളെ വീണ്ടും മന്ത്രി ചർച്ചയ്ക്ക് തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ ക്ഷണിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV ചെയർമാനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസും തുടരും. തിരുവനന്തപുരം കൈരളി ടവേഴ്സിൽ ചേർന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ 18ാം വാർഷിക പൊതുയോഗത്തിന്റേതാണ് തീരുമാനം. ഡയറക്ടർ ബോർഡിലും മാറ്റമില്ല. കൈരളി TV ആസ്ഥാനമായ തിരുവനന്തപുരത്തെ കൈരളി ടവറിൽ ചേർന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ വാർഷിക പൊതുയോഗമാണ് ചെയർമാനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ വീണ്ടും തെരഞ്ഞെടുത്തത്. മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസ് തുടരും. ഡയറക്ടർ ബോർഡിലും മാറ്റമില്ല. കാലാവധി കഴിയുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ TR അജയൻ, VK മുഹമ്മദ് അഷ്റഫ് എന്നിവരെ പുനർനിയമിച്ചു. A വിജയരാഘവൻ, CK കരുണാകരൻ, MM മോനായി AK മൂസ മാസ്റ്റർ എന്നിവരാണ് മറ്റ് ബോർഡ് അംഗങ്ങൾ. ഓഡിറ്റർമാരായി FRG അസോസിയേറ്റ്സ് കൊച്ചി തുടരും. കമ്പനിയുടെ കണക്കുകളും പൊതുയോഗം അംഗീകരിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞു. ഏതായാലും ഇത് കൈവിട്ട് കളയാൻ ഞങ്ങളാരും തയ്യാറല്ല. നിങ്ങളും തയ്യാറല്ലാത്തതുകൊണ്ട് നമുക്ക്
ഇതുപോലെ തന്നെ പോകാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ധാരണ. നമ്മുടെ കൂടെയുള്ള ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും കൈരളിയുടെ സപ്പോർട്ടേഴ്സും മെമ്പർമാരും വാർഡ് ഭരണസമിതിയും ഒക്കെ വളരെ ധൈര്യപൂർവ്വം ആവേശത്തിൽ തന്നെയാണ്. അതിനൊന്നൊരു കുറവില്ല. കൂടുതൽ മികച്ച പരിപാടികൾ സ്ക്രീനിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. നമ്മുടെ പ്രോഗ്രാമിന്റെ ഘടനയിലും അതുപോലെ നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരുത്തണമെന്നുള്ളതിന്റെ കൂടി തീരുമാനപ്രകാരമാണ് നമ്മൾ ഇതിന്റെ പുനഃസംഘടനയെ വിഭാവനം ചെയ്യുന്നത്. ഈ പുനഃസംഘടനാ പദ്ധതി പൂർത്തിയാകുമ്പോൾ ആ മേഖലയിലും നമ്മൾ പരിശോധിക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പല ചാനലുകളും പ്രതിസന്ധി നേരിടുമ്പോഴാണ് കൈരളി ചാനൽ ശ്രമകരമായ ദൌത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നതെന്ന് ബോർഡ് അംഗം എ വിജയരാഘവൻ പറഞ്ഞു. കൈരളി ചാനലിനെയും അതുപോലെ തന്നെ മലയാളം കമ്മ്യൂണിക്കേഷനെയും പിന്തുണക്കുന്ന വലിയൊരു ബഹുജന വിഭാഗമുണ്ട്. അവരുടെ ഹൃദയപൂർവമായ പിന്തുണയാണ് ഈ ചാനൽ അഭംഗുരം നിലനിൽക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. കമ്പനി സെക്രട്ടറി കെ പി സുകുമാരൻ നായർ പൊതുയോഗത്തിൽ കണക്കുകൾ അവതരിപ്പിച്ചു. പൊതുയോഗശേഷം ഡയറക്ടർ ബോർഡ് യോഗവും ചേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡ് വിതരണം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി എം മണി ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ മേഖലയിലെ ഏറ്റവും മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരം ഡോക്ടർ KR രാധാകൃഷ്ണനും സ്വകാര്യ മേഖലയിലെ മികച്ച ഡോക്ടർ AS അനൂപ് കുമാറിനും സന്നദ്ധ സേവന മേഖലയിലെ പുരസ്കാരം ഡോക്ടർ ചിത്ര വെങ്കടേശ്വരനും സമ്മാനിച്ചു. പ്രളയകാലത്തെ സേവന മികവിനാണ് സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടറായി KR രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കുട്ടനാട്ടുകാരനായ ഡോക്ടറുടെ കഠിന പ്രയത്നവും പ്രവർത്തനവുമാണ് ഈ മേഖലയിൽ ഉണ്ടാകുമായിരുന്ന വലിയ ദുരന്തത്തിന് തടയിട്ടത്. തനിക്ക് കിട്ടിയ അവാർഡ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വീണ്ടും ഡോക്ടർ മാതൃകയായി. കുട്ടനാടിനെ കവരാനെത്തിയ മഹാപ്രളയത്തിൽ നിന്നും പതിനായിരങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച കരുതലിനാണ് ഡോക്ടർ KR രാധാകൃഷ്ണനെ സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടറായി കൈരളി പീപ്പിൾ തിരഞ്ഞെടുത്തത്. ഡോക്ടർ എന്നതിലുപരി പ്രളയകാലത്ത് ഒരു നല്ല മനുഷ്യൻ ജനങ്ങളുടെ രക്ഷയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനും മാതൃക കൂടിയാണ് KR രാധാകൃഷ്ണൻ തന്റെ പ്രവൃത്തി മേഖലയിലൂടെ കാട്ടിത്തരുന്നത്. നമ്മളെ വിളിക്കുന്ന ആൾക്കാർ നമ്മളോട് പറയുന്ന ആ വാക്കുകൾ നമ്മുടെ ഹൃദയം തകർക്കുന്ന രീതിയിലാണ്. കാരണം ഞങ്ങളിപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അരയ്ക്ക് മേളിൽ അല്ലെങ്കിൽ പെടലിക്കൊപ്പം വെള്ളമായിട്ടുണ്ട്. ഞങ്ങളുടെ ഫോണിലെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വിളിക്കാനുണ്ടാകുമെന്ന് ഉറപ്പില്ല. ആ രീതിയിലുള്ള കോളുകളാണ് ഞാൻ കൊണ്ടുവന്നത്. ഒരു ഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്ന ആരോഗ്യവകുപ്പും നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ടീമും രാപകലില്ലാതെ എനിക്ക് ഊർജ്ജമായിട്ട് എൻ്റെ ഇടതും വലതുമായിട്ട് നിന്ന എൻ്റെ ഓഫീസിലെ എൻ്റെ ജീവനക്കാർ, എൻ്റെ സ്വന്തം ജീവനക്കാർ, അവരെല്ലാം ഞങ്ങളെല്ലാം പതറിപ്പോയി. ഡോക്ടറുടെ സേവനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് യാഥാർത്ഥ്യം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ ജോലിക്കാരനെ പോലെ, ഒരു മൈക്കെട്ട് മണിക്കാരനെ പോലെയൊക്കെ നമ്മുടെ തലയിൽ മുണ്ടും കെട്ടി മുണ്ടും മടക്കി കുത്തി പോകുന്ന ഒരാളെ പോലെ രാധാകൃഷ്ണൻ പണിയെടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സിനിമ ഷൂട്ടിംഗ് പോലെ തോന്നി, ചില നായകന്മാരെ പോലെ. ഇപ്പോൾ രാധാകൃഷ്ണൻ ഇവരെ ഹീറോ കേട്ടോ. രാധാകൃഷ്ണൻ്റെ പ്രവർത്തനങ്ങൾ അത് ശ്ലാഘിക്കേണ്ടതാണ്. അധ്യാപകനും കർഷകനുമായ പിതാവിന്റെ മകന് കുട്ടനാടിന്റെ മണ്ണ് മറന്ന് ഒരു ജീവിതമില്ലെന്ന് ഡോക്ടർ കേരളത്തിന് കാട്ടിത്തരുന്നു. ആ നല്ല മനസ്സിന്റെ വലിപ്പം കൂടിയാണ് മക്കൾക്കൊപ്പം വാങ്ങിയ അവാർഡ് തുക അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറണമെന്നതാണ് തന്റെ ജീവിതത്തിലൂടെ ഡോക്ടർ KR രാധാകൃഷ്ണൻ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജലന്ധർ ബിഷപ്പിനെതിരായ പീഡന കേസിൽ പരാതിക്കാരിക്കൊപ്പം നിൽക്കുന്ന സാക്ഷികളെ സ്വാധീനിക്കാൻ വീണ്ടും ശ്രമമെന്ന് ആക്ഷേപം. പരാതിക്കാരിയായ കന്യാസ്ത്രീക്കെതിരെ മൊഴി നൽകിയ ഫാദർ നിക്കോളാസ് കുറുവിലങ്ങാട് മഠത്തിലെത്തി. മാനസികമായി തകർക്കാനാണ് നിക്കോളാസിന്റെ ശ്രമമെന്ന് സിസ്റ്റർ അനുപമ. ജലന്ധർ ബിഷപ്പിനെതിരായ പീഡന കേസിൽ സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ സാക്ഷികളായ കന്യാസ്ത്രീകളിൽ നിന്നും 164 വകുപ്പ് പ്രകാരം രഹസ്യമൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അടുത്ത ദിവസം തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി തേടി കോട്ടയം CJM കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകി. അതിനിടെയാണ് കന്യാസ്ത്രീയെ ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് മൊഴിമാറ്റുകയും ചെയ്ത കോടനാട് പള്ളി വികാരി ഫാദർ നിക്കോളാസ് കുറുവിലങ്ങാട് മഠത്തിലെത്തിയത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഫാദർ നിക്കോളാസിന്റെ മഠം സന്ദർശനം സാക്ഷികളെ സ്വാധീനിക്കാനുള്ള നീക്കമായിട്ടാണ് പോലീസ് കാണുന്നത്. എന്നാൽ മഠത്തിലെത്തിയതിനെക്കുറിച്ച്
ഫാദർ നിക്കോളാസിന്റെ പ്രതികരണം ഇങ്ങനെ. ആ ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് എന്റെ ഇടവക്കാരാണ് രണ്ടുപേര്. അപ്പൊ ജസ്റ്റ് അവരൊന്ന് കാണാം, സംസാരിക്കാന്ന് വെച്ച് വന്നത്രേ ഉള്ളൂ. അച്ഛൻ ആദ്യം പറഞ്ഞ മൊഴിയിൽ നിന്ന് ഒരു മയപ്പെടുത്തുന്ന ഒരു മയമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ചാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിക്കോളാസ് എത്തിയത് മാനസികമായി തളർത്താനാണെന്ന് സിസ്റ്റർ അനുപമ പ്രതികരിച്ചു. കന്യാസ്ത്രീകൾ ചെയ്തത് ശരിയായില്ലെന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നിക്കോളാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. നമ്മളെ മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുക, അതാണ് അവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ തന്നെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കും, കാരണം നമ്മൾ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിനിടെ കന്യാസ്ത്രീ അധിക്ഷേപിച്ച PC ജോർജിനെതിരെ കുറവിലങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിലെ CI KS ജയൻ കുറവിലങ്ങാട് മഠത്തിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിന് പ്രളയകാലത്ത് അനുവദിച്ച അധിക ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അധിക ഭക്ഷ്യവസ്തുക്കളുടെ പണം ദുരിതാശ്വാസ സഹായത്തിൽ നിന്ന് ഈടാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ അറിയിച്ചു. നേരത്തെ സൗജന്യമെന്ന് പറഞ്ഞായിരുന്നു കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിച്ചത്. പ്രളയത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് കേന്ദ്ര സർക്കാർ തീരുമാനം തിരിച്ചടിയാണ്. ഓഗസ്റ്റ് 21-ന് സൗജന്യമെന്ന് പറഞ്ഞ് കേരളത്തിന് നൽകിയ അധിക ഭക്ഷ്യധാന്യത്തിന് പണം ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം വ്യക്തമാക്കിയിരിക്കുന്നത്. അധിക ഭക്ഷ്യവസ്തുക്കളുടെ പണം കേന്ദ്രം കേരളത്തിന് നൽകുന്ന ദുരിതാശ്വാസ സഹായത്തിൽ നിന്ന് ഈടാക്കുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ KK രാഗേഷ് MPക്ക് രേഖാമൂലം മറുപടി നൽകി. MSP നിരക്കിലാണ് അധിക ഭക്ഷ്യധാന്യം അനുവദിച്ചതെന്നും ആ നിരക്കിൽ തന്നെ തുക ഈടാക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. 89,540 മെട്രിക് ടൺ ഭക്ഷ്യധാന്യത്തിന്റെ വില കുറച്ചുള്ള തുകയെ ഇനി കേന്ദ്ര സഹായമായി കേരളത്തിന് ലഭിക്കൂ. ഏതാണ്ട് 250 കോടി രൂപയോളം കേരളത്തിന് ഇതോടെ നഷ്ടമാകും. ഉചിതമായ തീരുമാനം വിഷയത്തിൽ എടുക്കാമെന്ന് കേരളത്തിലെ സർവകക്ഷി MPമാർക്ക് ഉറപ്പു നൽകിയ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കേരളത്തിന് അനുചിതമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ള ഉറപ്പുണ്ട്. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഉചിതമായിട്ടുള്ള തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉചിതമായ തീരുമാനമെന്ന് പറയുന്നത് ഏതാണ്ട് 220 കോടിയോളം ഉറുപ്പിക സംസ്ഥാനം നൽകിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് വിലയായി നൽകേണ്ടി വരും എന്ന നിലയിലാണ് ഉചിതമായ തീരുമാനം വന്നിരിക്കുന്നത്. FCI സ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഒക്ടോബർ 1-ന് ചേരുന്ന യോഗത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് KK രാഗേഷ് MP പറഞ്ഞു. പ്രളയത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് കേന്ദ്ര സർക്കാർ തീരുമാനം തിരിച്ചടിയാണ്. വിദേശ സഹായത്തിന് പിന്നാലെ ഭക്ഷ്യധാന്യ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനം വ്യക്തമാക്കുന്നതാണ് പുതിയ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി.